തുടക്കം മുതലുള്ള നോമിനേഷനുകളിൽ ഒരു 4ാം സ്ഥാനം അനീഷോ അനിമോളോ ഇല്ലാത്ത ഒരു എവിക്ഷനിലാണ് വരുന്നതെങ്കിൽ 1ാം സ്ഥാനം വരെ കരസ്ഥമാക്കിയ നൂറയാണ് ഇന്ന് ഫൈനൽ 5 പോലും എത്താതെ ഔട്ടായിരിക്കുന്നത്. അതിൻ്റെ പ്രധാന പങ്ക് ആദിലേക്കുമുണ്ട്. പിന്നെ നൂറയുടെ പ്രവൃത്തിയും. ഇന്നലത്തെ ഒറ്റ ദിവസത്തെ പ്രവൃത്തിയാണ് ഇത്രയും ഇത് നൂറയ്ക്ക് സംഭവിച്ചത്. കൂടാതെ ഒരു റീഎൻട്രിക്കാരെ വിശ്വസിച്ച് പാർട്ട്ണർമാർ രണ്ടുപേരും കൂടെ എടുത്തു ചാടിയതിൻ്റെ ഫലമാണ് ഇന്ന്. കർമ്മ എന്നൊക്കെ പറയുന്നത് ഇതിനാണ് മോളെ, കേട്ടാ. എപ്പോഴും മോളെ, ബേബി എന്നൊക്കെ വിളിക്കുക മാത്രമല്ല, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനും കൂടെ ഉള്ള കഴിവ് വേണമായിരുന്നു. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കലും 96 ദിവസം കൂടെ നിന്ന ഒരു കൊച്ച് അത്രയും കരഞ്ഞിട്ടും മനസ്സലിയാത്ത നിങ്ങളൊക്കെ ഔട്ടാവേണ്ട ടൈം കഴിഞ്ഞ്. പിന്നെ അക്ബറിന് എന്താണെന്നറിയത്തില്ല, നല്ലൊരു രാശിയുണ്ട്. അക്ബറിൻ്റെ കൂടെ ആര് ചേർന്ന് നിൽക്കുന്നോ അവരൊക്കെ ഔട്ടാവും. നിവിൻ എന്തുകൊണ്ട് ഔട്ടാകുന്നില്ലെന്ന് വെച്ചാൽ നിവിൻ അങ്ങനെ അക്ബറേന്ന് പറഞ്ഞൊന്നും കിടക്കുന്നില്ല. നിവിൻ എല്ലാവരോടും ഇപ്പോൾ അക്ബറിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ ഷാനവാസിനോടും ഒരു ഇഷ്ടമുണ്ട്, അനീഷിനോടും ഒരു ഇഷ്ടമുണ്ട്, അനിമോളോടും ഒരു ഇഷ്ടമുണ്ട്. നിവിൻ ഗെയിം കളിക്കുന്നുണ്ട്, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം നിവിൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. അനിമോൾ ഇങ്ങനെ കിടന്നപ്പം നിവിൻ അനിമോളുടെ ദേഹത്ത് വെള്ളം കുടയുകയും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ലാലേട്ടൻ നിവിനൊരു പണിഷ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ ആ പണിഷ്മെൻറ്റൊക്കെ വാങ്ങുമ്പോഴും നിവിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. എത്ര സങ്കടത്തോടെ എല്ലാവരും പൈസ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നിവിൻ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്, സങ്കടത്തോടെ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് നിവിൻ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവാതെ ഇപ്പോഴും ഫൈനൽ 5 വരാൻ കഴിഞ്ഞത്. അടുത്തത് ഷാനവാസ്. ഈ ഗെയിം തുടങ്ങുന്ന ഫസ്റ്റ് എവിക്ഷനിലൊക്കെ 1ാം സ്ഥാനത്ത് നിന്ന ഒരാളാണ് ഷാനവാസ്. അനീഷൊക്കെ പിന്നെയാണ് വന്നത്. അനീഷൊക്കെ അപ്പോഴൊക്കെ നെഗറ്റീവായിരുന്നു. അനീഷ് ചുമ്മാതെ അലറിക്കൊണ്ട് എപ്പോഴും ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന കണക്ക് ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അനീഷ് എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അനീഷിനെ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് ഒരാൾ ഷാനവാസായിരുന്നു. ഷാനവാസ് അങ്ങനെ അനീഷിനെ മാറ്റിയെടുക്കുമ്പോൾ ഷാനവാസിൻ്റെ വോട്ടാണ് അനീഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഷാനവാസ് അറിയുന്നില്ല. അതേപോലെ ആദിലയും നൂറയും ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഷാനവാസ് ഇത്രയും പുറകോട്ട് പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ സീസൺ 7 കപ്പ് ഈ കയ്യിലിരിക്കേണ്ട ഒരാളാണ് ഷാനവാസ്. അതിനകത്ത് ഒരു മാറ്റമില്ലാത്തൊരു കാര്യം. അതെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് ഷാനവാസ്. അതുകൊണ്ട് ഇപ്പോഴും ഫൈനൽ 5 പിന്നെ അനീഷ് ഇങ്ങനെ ചിരിച്ച ആരെങ്കിലും ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടോ? അനീഷ് ചിരിക്കത്തേയില്ലായിരുന്നു. അനീഷ് ഇങ്ങനെ മസിൽ പിടിച്ച് ബിഗ് ബോസിൽ തെക്ക് വടക്ക് നടന്ന് മെഡിസിൻ എടുത്തു കൊടുത്ത് ബാറ്ററി എടുത്തു കൊടുത്ത് കറക്റ്റ് ടൈമിൽ എഴുന്നേറ്റ് ആദ്യമൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് പിന്നെ സുപ്രഭാതം പറഞ്ഞ് അപ്പം സമയത്ത് ആഹാരം കഴിച്ച് സമയത്ത് ഉറങ്ങി. ഇതൊന്നും അല്ലല്ലോ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഒരു 50 ദിവസം കഴിഞ്ഞപ്പോൾ അനീഷ് ചിരിക്കാൻ തുടങ്ങി. പിന്നെ അനീഷിന് ദേഷ്യമില്ല, ചിരി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മൊത്തം ചിരിച്ചുകൊണ്ട് നടക്കും. അവിടെ എന്തെല്ലാം വലിയ ഇഷ്യൂകൾ നടക്കുന്നു. ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് അത്രയും വായിലും നിലവിളിക്കുന്നു. അനിമോളെ കരയണ്ടാന്ന് പോലും ഒരു വാക്ക് അതിനകത്ത് പറയുന്നത് കേട്ടില്ല. പിന്നെ എത്ര പ്രാവശ്യം ഷാനവാസിനെ തള്ളി പറഞ്ഞു. ഷാനവാസാണ് അനീഷിനെ ഇങ്ങനെ ചിരിക്കാൻ പഠിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എത്രയോ പ്രാവശ്യം ഷാനവാസിനെ തള്ളി പറഞ്ഞു അനീഷ്. എന്നിട്ട് ഷാനവാസ് ഒരു വട്ടം പോലും അനീഷിനെ അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു, അനീഷിനെ പോലെ ഇത്രയും നന്നായിട്ട് ഗെയിം കളിച്ച് ഇത്രയും നല്ല രീതിയിൽ വന്ന വേറൊരു കണ്ടസ്റ്റൻസ് അതിനകത്ത് ഇല്ല എന്നുള്ള രീതിയിൽ അനീഷ് എന്തുകൊണ്ട് യോഗ്യനാണ് കപ്പടിക്കാനെന്ന്. അങ്ങനെ പറയാനില്ല. കാരണം അനീഷ് ഫൈനൽ 5 വരാൻ യോഗ്യനാണ്. അതിനകത്ത് ഞാൻ മാറ്റിയൊന്നും പറയുന്നില്ല, അത് കറക്റ്റാണ്. പക്ഷേ ഒരാളെയും ദ്രോഹിച്ചില്ല, ഒരാളെയും ചതിച്ചില്ല, നന്നായിട്ട് ടാസ്ക് കളിച്ച് ക്യാപ്റ്റനായി. അങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞുകൊണ്ട് അനീഷിനെ ഇതാക്കേണ്ട കാര്യമില്ല. കാരണം അനീഷ് ടാസ്ക് നന്നായിട്ട് കളിക്കുമായിരുന്നെങ്കിൽ അനീഷ് എന്തുകൊണ്ട് മണി ടാസ്കിൽ പങ്കെടുത്തില്ല? അപ്പോൾ അനിമോൾ ഇറങ്ങി തിരിച്ചില്ലേ മണി ടാസ്കിൽ പങ്കെടുക്കാൻ? അപ്പോൾ എന്തുകൊണ്ടാണ് അനീഷ് ആ ഒരു ധൈര്യം എടുക്കാഞ്ഞത്, ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാഞ്ഞത്? നിവിൻ ചലഞ്ച് എടുത്തില്ലേ, ആദില എടുത്തില്ലേ, എന്തുകൊണ്ട് അനീഷ് എടുത്തില്ല? പിന്നെ ക്യാപ്റ്റനായത് അത് ആദ്യത്തെ ആഴ്ച ബിഗ് ബോസ് കൊടുത്ത ക്യാപ്റ്റനാണ്, അല്ലാതെ അനീഷ് ഒരു ടാസ്ക് ജയിച്ച് ക്യാപ്റ്റനായതല്ല. പിന്നെ അനിമോൾ ഇതുവരെ ബിഗ് ബോസ് വീട്ടിലൊരു ക്യാപ്റ്റൻ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ബിഗ് ബോസോ ലാലേട്ടനോ നേരിട്ടൊരു ക്യാപ്റ്റനായേക്കാൻ തീരുമാനിച്ചിട്ടില്ല അനിമോളെ. പിന്നെ അവിടെ നിൽക്കുന്നവർ തുടക്കം മുതൽ അക്ബറിനൊരു വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷം അവർ പറയുന്ന ഒരാളുടെ പേരേ പറയത്തുള്ളൂ. അനിമോളുടെ പേര് ഒരാളും പറയത്തില്ല നോമിനേഷനിൽ പേര് വരാതെ എങ്ങനെ ഒരാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റും? പിന്നെ ലാലേട്ടൻ്റെ വക എല്ലാ ആഴ്ചയിലും തുടക്കം മുതൽ ലാലേട്ടനെ ഒരു ദിവസം പോലും അനിമോളെ ഏറി കയറ്റാത്ത ഒരാഴ്ചയില്ല. അപ്പം തുടക്കം മുതൽ ലാലേട്ടനെ ഏറി കയറ്റുമായിരുന്നു അനിമോളെ. അപ്പം വീട്ടുകാർ വിചാരിക്കുന്നത് അനിമോളൊന്നും ചെയ്യുന്നില്ല, അനിമോൾ ഭയങ്കര ഇതാണെന്നായിരുന്നു അവരുടെ ധാരണ. അപ്പോൾ എല്ലാവരും അനിമോൾക്കെതിരായി. അനിമോളുടെ കൂടെ ഇങ്ങനെ ശൈത്യ വരെ അനിമോൾക്കെതിരാവാനുള്ള കാരണം അതാണ്. ലാലേട്ടൻ അനിമോളെ ഇങ്ങനെ എപ്പോഴും ഏറിൽ കയറ്റുന്നത് തന്നെയാണ്.
പക്ഷേ അനുമോടെ കൂടെ നിൽക്കുന്ന ഒരാളെ അനുമോൾ ഒരു കാര്യവും പറയുന്നില്ല. ഒരു അനാവശ്യ കാര്യങ്ങൾ മാറിയിരുന്ന് പറയുന്നില്ല. ആരെ പറ്റിയും അനുമോൾ കുറ്റം പറയുന്നില്ല. അനുമോൾ പറയുന്ന കാര്യങ്ങളിൽ അനുമോൾ ഉറച്ചു നിൽക്കുന്നത്, അത് മാറ്റി പറയാനും പോയിട്ടില്ല. അനുമോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അനുമോൾ മാറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ അനുമോൾ ആരെ പറ്റിയും കുറ്റം പറയാൻ നടക്കുന്നില്ല. അനുമോൾ ആരുടെയും ഗെയിം തട്ടിപ്പറിക്കാനോ അവരെ ഇടിച്ച് നശിപ്പിച്ച് ഗെയിം കളിക്കാനോ ചതിച്ച് പറ്റിക്കാനോ ഒന്നും അനുമോൾ ശ്രമിച്ചിട്ടില്ല. പിന്നെ തുടക്കം മുതൽ കരയുന്നു, അത് ആ ഒരു അഭിനയം, ആ കരച്ചിൽ കാർഡ് എടുക്കുക എന്ന് പറഞ്ഞ്. എങ്കിൽ പിന്നെ ആ 98ാമത്തെ ദിവസം അനുമോൾ കരയേണ്ട കാര്യമില്ലല്ലോ. 98ാമത്തെ ദിവസം അനുമോൾ കരഞ്ഞ്. അപ്പോൾ അത് ഒരാളുടെ രീതിയാണ്. പിന്നെ ടാസ്ക്, അനുമോൾ ക്യാപ്റ്റൻ ആയില്ല, ടാസ്ക് കളിക്കുന്നില്ല. 1 മിനിറ്റിൽ പോയി പൈസ എടുക്കാൻ പറഞ്ഞാൽ അക്ബറിന് കിട്ടിയത് വെറും 2 കെട്ടാണ്. അനുമോൾ 7 കെട്ടുമായിട്ടാണ് തിരിച്ചു വന്നത് 1 മിനിറ്റിൽ. അനുമോൾ നന്നായിട്ട് ആ ഗെയിം കളിച്ച്, പിന്നെ അതൊരു ചലഞ്ചായിട്ട് എടുത്ത്. സാബുമോൻ പോലും ആ ഗെയിമിൽ പങ്കെടുത്തില്ലെന്നുള്ളതാണ്. ഷാനവാസിന് സുഖമില്ല, ഓക്കെ. അനീഷുണ്ട്, സാബുമോനുണ്ട്, നിവിന് പറ്റത്തില്ലായിരുന്നു. പിന്നെ അക്ബർ കയറിയപ്പോഴും അനുമോളോട് പറഞ്ഞു നമുക്ക് ഷെയർ ചെയ്യാന്നാ. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഇത് അക്ബറിനില്ല. നമുക്ക് ഷെയർ ചേർന്ന് കളിക്കാമെന്നാണ് അക്ബർ പറഞ്ഞത്. അനുമോൾ എത്ര നന്നായിട്ടാണ് ആ ഗെയിം കളിച്ചത്. അപ്പം അനുമോൾക്ക് ഗെയിം കളിക്കാൻ അറിയത്തില്ലെന്ന് പറയല്ലോ. അപ്പം ഇത്രയും ഈ സീസൺ 7 വരെയുള്ള എല്ലാ ലേഡീസിനെയും എടുത്താലും അനുമോളുടെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ലേഡി അതിനകത്ത് വന്നിട്ടില്ല. അതൊരു സത്യമാണ്. അപ്പം എന്തുകൊണ്ട് ഇത്രയും പേര് കൂട്ടത്തോടെ ആക്രമിച്ചിട്ട് അവിടെ പിടിച്ച് നിന്നെങ്കിൽ അത് അനുമോളുടെ കഴിവ് തന്നെയാണ്. അതൊന്നും ഒരു PR-ൻ്റെ കഴിവെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അനുമോൾ അവിടെ കളിച്ചതിൻ്റെ പുറത്താണ് അനുമോൾ നിൽക്കുന്നത്. അല്ലാതെ PR-ൻ്റെ സഹായം കൊണ്ട് ഇതൊരാളെ അടിച്ചങ്ങ് ഏൽപ്പിക്കുക. അതേ PR-ആണ് ശൈത്യയ്ക്ക് കൊടുത്തതെന്ന് ശൈത്യ തന്നെ ഈ ബിഗ് ബോസിൽ പറഞ്ഞു. എന്നിട്ട് ശൈത്യ എന്തുകൊണ്ട് ഔട്ടായി? അപ്പോൾ PR-ൻ്റെ കഴിവല്ലല്ലോ, അവരോരോ പ്രവൃത്തിയുടെ ഫലമാണ് അവരോരോ ഔട്ടാവുന്നത്. ആ വീട്ടിൽ അനുമോളോട് വഴക്കൂടാത്ത ആരുമില്ല. പക്ഷേ അവരൊക്കെ അനുമോളെടുത്ത് വരുമ്പോൾ അനുമോൾ ചിരിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തു. എത്രയോ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിവിനോട് പോലും അനുമോൾക്ക് ഒരു പിണക്കവും ഇല്ല. ഇന്നലെ അനുമോൾ ആ നിവിനെ കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞത്. അപ്പം അനുമോൾ അതൊന്നും മനസ്സിൽ വെക്കുന്നില്ല. ഇന്ന് നൂറെ ഔട്ടായപ്പോഴും നൂറെ കെട്ടിപ്പിടിച്ച് അനുമോൾ മുത്തം കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പം ഇത്രയും നല്ലൊരു കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യത്തെയാണ് അനുമോൾ. അതിനകത്തൊരു മാറ്റമില്ല. ഏതെല്ലാം സീസണിൽ ഏതെല്ലാം പെൺപിള്ളേർ ഏതെല്ലാം തരത്തിൽ നെഗറ്റീവ് വാങ്ങിയിട്ടുണ്ട്, ഒരാൾക്കും ഇഷ്ടപ്പെടാതെ. ഇത്രയും പേര് അനുമോളെ ഇഷ്ടപ്പെടുന്നില്ല, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ PR-ആണോ? ഇപ്പം ഞാനിപ്പോൾ അനുമോളെ പറ്റി സംസാരിക്കുന്നത്, ഞാൻ PR-ആണോ? ഞാൻ അനുമോളെ കണ്ടിട്ട് പോലും ഇല്ല. ഞാനിപ്പോൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയൊരു ചാനലാണിത്. ഞാൻ എല്ലാവർക്കും വേണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരെയാണ്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഞാൻ എല്ലാവരെ പറ്റിയും പറഞ്ഞതേ ഉള്ളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാളെന്നൊന്നുമില്ല. ആര് ജയിച്ചാലും അത് നല്ലതാണ്. ബിഗ് ബോസ് സീസൺ 4 ടൈറ്റിൽ വിന്നറായ ദിൽഷയ്ക്ക് പോലും നെഗറ്റീവ് ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ നോക്കിയാൽ അനുമോൾ എത്രയോ നല്ലതാണ്. ഒരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് വന്നതാണ് അനുമോൾ. അനുമോളുടെ അടുത്തോട്ട് വന്ന 2 കൂട്ടുകാരാണ് ആതിരയും നൂറയും. അവരുടെ ഭാഗത്ത് സത്യമില്ലാത്തതുകൊണ്ട് ദൈവം അവർക്കുള്ള ശിക്ഷയും കൊടുത്തു. 2 പേരും അടുപ്പിച്ചടുപ്പിച്ച് ഒരേ ദിവസത്തിൽ ഔട്ടായി. PR എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും കപ്പെടുക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ഒരാളായിട്ട് തന്നെയാണ് അനുമോളെ തോന്നുന്നത്.